ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലാബ് റെക്കോർഡ് സീരീസിൻ്റെ പാർട്ട് 5 ആണ്. ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് മാത്സ് റെക്കോർഡ് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ലാബിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാത്സിൻ്റെ റെക്കോർഡ് മാത്രം കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. പല സ്കൂളിലും കിട്ടിയിട്ടുണ്ടാവും, ബട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്നത് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് എൻ്റെ റെക്കോർഡ് ഞാൻ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എൻ്റെ കയ്യിലുള്ളൊരു മാനുവൽ ഉപയോഗിച്ചിട്ട്. അപ്പം ഈ ഒരു മാനുവൽ നോക്കിയിട്ടാണ് നമ്മളൊരു കംപ്ലീറ്റ് മാത്സ് റെക്കോർഡും എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് ടോട്ടൽ 18 റെക്കോർഡ് ലാബാണ് കാണിക്കുന്നുള്ളത്. അപ്പം അതിനകത്ത് നിന്ന് നമ്മളെടുത്ത് ഫസ്റ്റ് ഇയറിന് ഒരു 6 എണ്ണവും സെക്കൻഡ് ഇയറിന് ഒരു 6 എണ്ണം ആണ് സെർവ് ചെയ്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്ന് പറയുകയാണ്, ഈ ഒരു റെക്കോർഡ് നമുക്ക് ബാക്കിയുള്ള റെക്കോർഡുകളെ പോലെ ഞങ്ങളടുത്ത് അങ്ങനെ ഭയങ്കര കണ്ടീഷൻസ് ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നേരെ എങ്ങനെയാണോ ഈ ഒരു ലാബ് മാനുവലിനകത്തുള്ളത് അത് അതേപടി ഇങ്ങനെ എഴുതുക, ടാബിളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതിനകത്ത് വല്ല ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫും അതേപോലെ അച്ചടിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ലാബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മാത്സിൻ്റെ ലാബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ലാബും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മാത്സിൻ്റെത്. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പതിയെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് മാത്സിൻ്റെ ലാബ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ഞങ്ങൾ 2-3-4 ലാബൊക്കെ ഒന്നിച്ച് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മാത്സ് ഓൾറെഡി തിയറി പാർട്ട് തന്നെ നമുക്ക് പോർഷനൊന്നും തീരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റിലാണ് മാത്സിൻ്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് വലിയ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഈ ഒരു റെക്കോർഡ് എഴുതുന്നതിൽ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതിനകത്ത് കാണുന്ന അതേപോലെ തന്നെ അങ്ങോട്ട് അച്ചടിച്ചിട്ട് എഴുതാനും, അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ലാബിൽ വെച്ച് തന്നെ ഈ ഒരു മാനുവൽ നമ്മൾ ലാബിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം ലാബിൽ നിന്ന് നമ്മൾ ഈ ഒരു മാനുവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാബിളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ റെക്കോർഡിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മാത്സിൻ്റെ റെക്കോർഡ് എഴുതുന്നതിൽ അത്രയും ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലായതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചിട്ട് എല്ലാവർക്കും എഴുതേണ്ടി വന്നിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും എല്ലാ റെക്കോർഡും ചെയ്തതല്ലേ, അപ്പോൾ മാത്സും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് +2 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ.